ഈ PNS ചെറിയ കുട്ടികൾക്ക് ചെറുതും പിന്നീട് പ്രായം വയ്ക്കുന്നതിനനുസരിച്ച് വലുതായിട്ടാണ് വരുന്നത്. ഇത് വലുതാവുന്നതോടുകൂടി നമുക്കറിയാം അതിനൊരു കവറിംഗ് ഉണ്ട്. വലുതാവുന്നതോടുകൂടി നമ്മൾ ഇതിനെ ഫോർസ്കിൻ എന്ന് പറയും. ഏതാണ്ട് വലുതാവുന്നതോടുകൂടി ആ ഫോർസ്കിൻ പതിയെ പുറകിലോട്ട് പോയിക്കോളും. ഇനി ഈ ഇറക്ഷൻ സംഭവിക്കുന്ന നടക്കുന്ന സമയത്തും പതിയെ ഫോർസ്കിൻ പുറകിലോട്ട് പോയിക്കോളും. ഇനി വേറെ ചില ആളുകളുണ്ട്, ഒരുപാട് പ്രകാശവശം ദൂരെ നിൽക്കുന്ന, ഇത് ഏതോ കാലത്ത് നടക്കേണ്ടത്, അത് ഞങ്ങൾ ഇപ്പം തന്നെ അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെറുപ്പത്തിലെ കുട്ടികളുടെ ഈ ഫോർസ്കിൻ കട്ട് ചെയ്ത് കളയുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ അതിനെ ചില ഗോത്രീയമായിട്ടുള്ള ചിന്തകൾ വെക്കുന്ന ആളുകളും പിന്നെ ഇസ്ലാം കമ്മ്യൂണിറ്റിയും എന്ന് പറയും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഗോത്രീയമായിട്ടുള്ള ചിന്തകൾ വെക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടുത്തെ ഇസ്ലാമും മറ്റു മതങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവർ പ്രധാനപ്പെട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഫോർസ്കിൻ കട്ട് ചെയ്യുന്ന കാര്യം. അതിന് ക്യാൻസർ തടയാൻ പറ്റും, അങ്ങനെ പലതരത്തിലുള്ള ക്ലെയിമുകൾ ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഇപ്പോൾ അവനവൻ തീരുമാനിച്ച് അവനവൻ്റെ സ്വന്തം ശരീരത്തിൽ ഇപ്പോൾ കാതിലും കമ്മൽ ഇവിടെ ഇടുന്ന ആളുകളുണ്ട്. ഫോർസ്കിൻ കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫോർസ്കിൻ കട്ട് ചെയ്യാം. അത് ചില സിറ്റുവേഷൻസിൽ മൂത്രം വരാതിരിക്കുന്ന അവസ്ഥയുണ്ട്, നേരാണോ ഇറക്ഷൻ നടന്ന് ഇജാക്കുലേഷനിൽ പ്രശ്നങ്ങൾ വരുന്ന ആളുകളുണ്ട്. അവർക്കൊരു ഡോക്ടറുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാം, സർക്കംസിഷൻ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് കുട്ടികളെ നേരെ പിടിച്ചുകൊണ്ടായിട്ട് ലഡ്ഡു ഇതെല്ലാം കൊടുത്ത് കട്ട് ചെയ്യുന്നൊരു പരിപാടി. അത് കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷനാണ്, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷനാണ്, മാത്രമല്ല ചൈൽഡ് റൈറ്റ്സ് അതിൻ്റെയൊക്കെ വയലേഷനാണ്. പക്ഷേ ഓപ്പോസിറ്റ് മതമാണ് നിൽക്കുന്നതുകൊണ്ട് നമ്മളത്ര അതിനെക്കുറിച്ച് അങ്ങനെ ബോധേഡല്ല, സംസാരിക്കാറില്ല എന്നേ ഉള്ളൂ.